VT ഫുഡ് ആൻഡ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നമ്മുടെ ചായയ്ക്കൊരു കടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. അപ്പോൾ ഞങ്ങളുണ്ടല്ലോ ഒരു ദിവസം പുറത്ത് പോയിട്ട് ഇങ്ങോട്ട് വന്നപ്പം തട്ടുകടയിൽ കുറേ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വാഴയ്ക്ക വെച്ചിട്ട് കറിക്കായ വെച്ചിട്ട് ബജി ഉണ്ടാക്കിയേക്കുന്നു. അപ്പം നമ്മൾ അവരോട് ചോദിച്ച് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ അവരത് പറഞ്ഞു തന്നു. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ട് 2-3 ദിവസമായിട്ട്, അതുകൊണ്ട് അതിനൊരു ക്ഷീണമുണ്ട്. നമ്മുടെ വീട്ടിലെന്നുണ്ടെങ്കിൽ കുലച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇതിൻ്റെ മേളിൽ നിന്നുള്ള ഈ തൊലി ഇങ്ങനെ അങ്ങ് പോകണം. തൊലി കളഞ്ഞ് വെച്ച് ഈ ഒരു കാ തന്നെ 3-4 പീസാക്കി എടുക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. അതായത് ഇതേമാതിരി ഇത് മാവിനകത്ത് മുക്കി എടുക്കുന്നതാണ്. മാവൊക്കെ എന്തുവെന്നുള്ള കാര്യം വഴിയെ നമുക്ക് കാണിക്കാം. അപ്പോൾ ഇതാണ് സംഗതി ഇന്നുണ്ടാക്കാൻ പോണത്. അപ്പോഴേക്കാ നമ്മൾ വെള്ളത്തിനകത്ത് ഉപ്പ് വെള്ളത്തിനകത്തും ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് വെച്ചിരുന്നു. അത് താണ്ട ഞാൻ ഊറ്റിവാരി വെച്ച് ഇപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം പോയി. ഇനി നമുക്ക് ഇതിനാവശ്യമായ ബാറ്ററി ശരിയാക്കാം. ആവശ്യമായിട്ടുള്ളത് കടലമാവ്, കുറച്ച് എരിവ് കുറഞ്ഞ മുളക് പൊടി വേണ്ടേ, ഇത്രയും മതി. ഇനി വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇനി വേണ്ടത് കായം. കായം ഇതിന് മസ്റ്റാണ്. അതുകൊണ്ട് കായപ്പൊടി എടുത്തു. ഇനി വേണ്ടുന്നത് സോഡാപ്പൊടി, ഇത്ര സോഡാപ്പൊടി. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കിത് കലക്കിയെടുക്കാം. ഇത് ഒരുപാട് വെള്ളമായി പോകരുത്, കുറച്ച് കട്ടിയിൽ വേണം. ഇത് മുക്കുമ്പോഴുണ്ടല്ലോ കട്ടിയായിട്ട് അതിനകത്ത് പിടിച്ചിരിക്കണം മാവ്. അതുകൊണ്ട് അതിൻ്റെ മാവ് ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടാണ്. എന്നാൽ ഒരുപാട് തിക്കുമല്ല, ഒരുപാട് വെള്ളമായിട്ടുമല്ല. അതുകൊണ്ട് ഇനി കാ നമുക്ക് ഇതിനകത്തോട്ട് എടുത്ത് മുക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ പറ്റി നല്ലതുപോലെ കട്ടിയിലിരിക്കണം. എന്നാലേ നമുക്കിത് ബജി ഉണ്ടാക്കുമ്പോൾ ശരിക്ക് ആയി കിട്ടത്തുള്ളൂ. നമുക്കിനി ചീനിച്ചട്ടി അടുപ്പത്ത് വെക്കാം. എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ബജി ഉണ്ടാക്കാം. അപ്പോഴത്തെ ഇതുപോലെ മാവ് മുക്കി എണ്ണയ്ക്കകത്ത് ഇടുക. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രമേ ഇതുണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഒരു സ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാലും നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടും. ഇപ്പം നമ്മളങ്ങനെ കായയുടെ ബജി ഉണ്ടാക്കി, ഒരു ചട്നിയും ഉണ്ടാക്കി. നല്ല ക്രിസ്പി ആയിട്ടുള്ള കായ ബജിയാണ്. നിങ്ങളും ഇതൊക്കെ ഉണ്ടാക്കി നോക്കണം. അപ്പോഴുണ്ടല്ലോ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് പോണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.